വ്യൂവേഴ്സ് ആണ് ചട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ചട്പട്ടിനെയും നട്ട്കട്ടിനെയും കുറിച്ച് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ചട്പട്ട് എന്ന് പറയുന്നത് എന്താണ്? ബഡാഹേ, അവൻ വലുതായിരുന്നു അല്ലെ. നട്ട്കട്ടോ കുസൃതിക്കുട്ടനോ അവൻ ചോട്ടാഹേ, അവൻ ചെറുതായിരുന്നു അല്ലെ. അതേപോലെ ചട്പട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വി മേ പഠിത്താഹേ അല്ലെ. പാഞ്ച്വി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നട്ട്കട്ടോ നമ്മുടെ ചോട്ട ചെക്കനോ അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ. തീസരിയിലാണ് പഠിക്കുന്നത്. തീസരി മേ പഠിത്താഹേ അല്ലെ. അതേപോലെ തന്നെ എന്താണ്? സ്പീഡിൽ നടക്കുന്ന ആളാരായിരുന്നു? തേസ് തേസ് ചൽത്താഹേ. സ്പീഡിൽ നടക്കുന്ന ആള് നമ്മുടെ ചേട്ടനാണ്, ചട്പട്ടാണ് അല്ലെ. പക്ഷെ നമ്മുടെ നട്ട്കട്ട് കുസൃതിക്കുട്ടൻ എങ്ങനെയായിരുന്നു നടക്കാറ്? ധീരെ ധീരെ, കണ്ട കാക്കേനെയും പൂച്ചേനെയും ഒക്കെ നോക്കി നിന്നിട്ട് ധീരെ ധീരെ ചൽത്താഹേ അല്ലെ. മെല്ലെ മെല്ലെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ എപ്പോഴും മാസി അല്ലെ, മാസി ഷിക്കായത് കരുത്താഹേ, അമ്മയോട് എപ്പോഴും പരാതി പറയുന്ന ഒരു ചെക്കൻ ഉണ്ടായിരുന്നല്ലോ, അതാരായിരുന്നു? നമ്മുടെ ചട്പട്ടാണ് അല്ലെ, ചേട്ടനാണ്. അതേപോലെ തന്നെ ബാഗ് സേ ആം തോടുത്താഹേ, നമ്മുടെ ബാഗിലൊക്കെ പോയിട്ട് തോട്ടത്തിലൊക്കെ പോയിട്ട് ആം തോടുത്താഹേ, നമ്മുടെ മാങ്ങയ്ക്ക് കല്ലൊക്കെ എറിയുന്ന ആളായിരുന്നു. ആമു തോടുത്താച്ചെന്നാണ് പറയ്ക്കുക എന്നുള്ള അർത്ഥം അല്ലെ. മാങ്ങയൊക്കെ പൊട്ടിക്കുന്ന ആളാരായിരുന്നു? നമ്മുടെ നട്ട്കട്ടാണ്, കുസൃതിക്കുട്ടനാണ്. കുസൃതിത്തരങ്ങൾ മൊത്തം ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ നട്ട്കട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ നദിയിൽ വീണ ആളാരാണ്? ചെറുതാണ്, കുസൃതിത്തരം കളിച്ചിട്ട് നദിയിൽ നിന്നും രക്ഷിച്ച ആളാരാണ്? നമ്മുടെ ചട്പട്ടാണെന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ നീന്താൻ അറിയുന്ന ആളല്ലേ, നീന്താൻ അറിയുന്ന ആളാരായിരുന്നു? നമ്മുടെ തൈർന ആത്താഹേ എന്ന് നമ്മൾ പറയുന്നല്ലേ. നീന്താൻ അറിയുന്നത് ചട്പട്ടിനായിരുന്നു, നീന്താൻ അറിയാത്തത് അല്ലേ അതായിരിക്കായിരുന്നു? നമ്മുടെ നട്ട്കട്ടിനായിരുന്നു. ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ചട്പട്ടിനെയും നട്ട്കട്ടിനെയും കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോയിക്കോളാം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.